രാവിലെ എണീച്ചിട്ട് ഞാൻ ഇപ്പോൾ വരുന്നതാണ്. വന്നു കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ കണ്ട ഒരു കാഴ്ച ഞാൻ കാണിക്കാൻ പോവാണ്. ഇതെന്താണ് സാധനം എന്ന് അറിയണവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് അറിയില്ല. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, വേറെ ജീവികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടൊന്ന് പറയാം. ഓക്കെ, ജീവി ഇത് ഒരു സ്ഥലത്ത് മാത്രമുള്ളതാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഞാൻ ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാം എവിടെയൊക്കെ കാണുന്നത്. ഫുള്ള് കണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് കണ്ടോ, ഇവിടെ ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, ഇവിടെ ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും എന്താ പറയുക, കല്ല് കടുകാണോ മുത്താണോ എന്നൊക്കെ വിചാരിക്കും. ഇത് കാണും പറയാം നിങ്ങൾക്ക് എന്താണ് അനങ്ങുന്ന നോക്കിക്കേ. നിങ്ങളിൽ ചിലവർ വിചാരിക്കും ഇത് ഓട്ടർമയാണ്. ഓട്ടർമ പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, അതല്ല കേട്ടോ. അത് വേറൊരു സാധനം. ഇത് തൊടുമ്പോൾ ഇങ്ങനെ ഈ കല്ല് പോലെ മുത്ത് പോലെ ചുരുണ്ട് കൂടും ഈ സാധനം. ഇത് വേറെ തന്നെ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ എന്താണ് ഇതിൻ്റെ പേരെന്നോ എന്ത് സാധനം എന്നോ എന്ന് അറിയില്ല. ഇതിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ കയറി വന്നതാണ്. ചുമരിലൊക്കെ നിറയെ ഉണ്ട്. കണ്ടോ, തൊടുമ്പോൾ അത് ഉരുണ്ട് കടുക് മണി പോലെ ആയി മാറുകയാണ് ചെയ്യണത്. വലിയ സാധനം, വലിയതും ഉണ്ട് ചെറുതും ഉണ്ട്. അയ്യോ, എനിക്കിങ്ങനൊക്കെ ഒന്നിച്ച് കണ്ടിട്ട് ഇങ്ങനെ നമുക്കൊരു ഇങ്ങനെ ഈ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കില്ലേ, ഇങ്ങനെ വെറുപ്പ് പോലെ ആയിട്ട് ഒന്നിച്ചിങ്ങനെ ഈ പേനൊക്കെ ഒരുപാട് ഒന്നിച്ച് കാണുമ്പോഴൊക്കെ തോന്നില്ലേ, അങ്ങനത്തെ ഒരു ഫീലിങ്സാണ്. ഓട്ടർമയൊക്കെ എനിക്ക് ഒന്നിച്ച് കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാനും ഇതൊക്കെ വരും. ഇതൊക്കെ കണ്ട നിറയെ ഉണ്ട്. എനിക്ക് വയ്യ ഈശ്വര, അങ്ങനത്തെ ഒരവസ്ഥ. നമ്മളിനി എങ്ങനെ ഇവിടെ ജീവിക്കും അമ്മേ? നിറച്ച് തന്നെ വൃത്തികെട്ട പ്രാണിയാണ്. ഇത് കണ്ടോ, വാരിയെടുത്ത് കുറച്ച് വാരിയെടുത്തപ്പോൾ ഇത്രയുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ഇനി കത്തിച്ച് കളയാന്ന് വിചാരിക്കുന്നു. മണ്ണെണ്ണ ഒടിച്ചിട്ട് കത്തിച്ച് കണ്ട ഈ സാധനം കണ്ട അനങ്ങനെ ഉണ്ടോ. അത് കൂട്ടിയിട്ടപ്പോൾ അതായത് അതിൻ്റെ മേലിലേക്ക് ടച്ച് ചെയ്തപ്പോൾ അത് ഇങ്ങനെ ചുരുണ്ട് മണി പോലെ കുടുങ്ങി. അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ കണ്ടോ, അവിടെ നിന്ന് മെല്ലെ മെല്ലെ നേരായിട്ട് ഇളകി വരണുണ്ടോ. ഇങ്ങനെ നിറയെ ഇത്. അയ്യോ കണ്ട, ആദ്യം ചുരുണ്ട കണ്ടോ. ഇത് കാണിച്ചു തരാൻ വേണ്ടി, കാരണം ഓട്ടർമ ആണെന്ന് ചിലവർ പറയും. ഓട്ടർമ ഒരിക്കലും ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ചുരുണ്ട് മണി പോലെ ആവില്ല. ഓട്ടർമ ഇവിടെ ഉണ്ട് കേട്ടോ. അത് രാത്രിയിൽ അതിൻ്റെ ശല്യം വേറെ ഉണ്ട്, സഹിക്കാൻ പറ്റില്ല. അയ്യോ, അത് വേറെ. ഇതിന് എന്തെങ്കിലും മരുന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതെന്ത് പ്രാണിയാണ് സത്യമായിട്ട്. ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് എന്തിനു വെച്ചാൽ ഇതെന്താണ്, ഇതിനെ നീക്കി ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്, അവർക്ക് ആർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലേ ഇതെങ്ങനെ ഇതിനെ ഇല്ലാതാക്കാമെന്നൊക്കെ. ഞങ്ങളിപ്പോൾ ഡെയിലി ഇതാണ് പണി. നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് അടിച്ച് വാരി എടുത്ത് കളയാതെ ഭക്ഷണം ഒന്നും ഒരു സാധനം നമുക്ക് ഭക്ഷണം എടുത്ത് വെക്കാൻ പറ്റും. എല്ലാത്തിലും ഇതൊക്കെ വീണിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അകത്ത് ഉള്ളിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യണത്. ഇതൊക്കെ കണ്ടോ, ചുമരിൽ കൂടി ഇങ്ങനെ കയറി വരണം. കുറേ അടിച്ച് താഴെ ഇട്ട, പക്ഷെ താഴെ ഇട്ടത് നമുക്ക് വാരി ഇങ്ങനെ ഇതുപോലെ ഉള്ളിലുള്ള പോലെ വാരി എടുക്കാൻ പറ്റില്ല അല്ലേ. വേണം ഇതേപോലെ ചുമര് നിറയെ കയറിയത്. ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കണ്ടതാണ് കേട്ടോ. ഒരു ദിവസം ഇതിങ്ങനെ കയറി വരുന്നതാണ്. കളഞ്ഞ് കത്തിച്ചിട്ട് വന്നതിന് ശേഷം ഇതാ വീട്ടിനുള്ളിൽ ആദ്യം വീണ്ടും കാണിച്ചത്. ക്യാമറ ഫ്രണ്ട് ക്യാമറ കാണിച്ചത് കണ്ട കണ്ട ആദ്യം വരുന്ന കണ്ട വികൃത ജീവികൾ കണ്ട കണ്ട. എന്നെ എങ്ങനെയൊക്കെ അതൊക്കെ വന്ന് തരുമോ? ഞാൻ എങ്ങനെയാണ് ജീവിക്കല്? അല്ല, ഞാനെങ്ങനെയാണ് ജീവിക്കല്? ഈശ്വരാ, ഇവിടെയൊക്കെ ഞാൻ തുടച്ചൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടായിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എന്താ കണ്ടോ, വീണ്ടും കണ്ടോ, എന്താ സൈഡിൽ കണ്ട വീണ്ടും. അയ്യോ, ഇതാ കണ്ടോ, നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാണ്. ഇതെന്ത് ജീവിയാണെന്ന് എനിക്കറിയില്ല സത്യമായിട്ടും. ഇതിനെ നശിപ്പിക്കാൻ എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ ദയവ് ചെയ്തിട്ട്. കാരണം ഇത് മുമ്പേ ഇവിടെ ഉള്ള കാര്യമായിരുന്നെങ്കിൽ ഓക്കെ. മുമ്പേ ഇവിടെ ഓട്ടർമ ഉണ്ട് കേട്ടോ. ഇതേപോലെയുള്ള വേറെ സാധനമാണ് ഓട്ടർമ. അത് റബ്ബറുള്ള സ്ഥലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ എല്ലാവരും അനുഭവിക്കുന്ന സാധനമാണ്. അതിനൊക്കെ ഒരു വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. ഓട്ടർമ എങ്ങനെയാണ്, എവിടെയൊക്കെ ഉണ്ട്. വീട്ടിൽ നിറയെ വാതിലിൽ രാത്രിയിൽ വന്നിട്ട് പതിയും. ഇത് നോക്കിയോ, പിറ്റേ ദിവസം ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇത് എങ്ങനെ ഇന്ന് രാവിലെയും അതുണ്ട്. ഞാൻ ഫ്രണ്ട് ക്യാമറ എല്ലാം കാണിച്ചു തരാം. നോക്കയ്യോ,
എന്താ പറയല, അയ്യോ എനിക്ക് ഞങ്ങൾ എവിടെയെങ്കിലും നാട് വിട്ടു പോവാണ്. രാവിലെ ഇതൊക്കെ കണ്ടെണീക്കേണ്ട അവസ്ഥ. ഒന്നുകൂടെ ഞാൻ ബാക്ക് ക്യാമറയിൽ എനിക്ക് എല്ലാവർക്കും കാണിച്ചു തരാണ്. കണ്ടോ, ഇതുപോലെ ഇത് കണ്ടോ, ഇതിപ്പോൾ തൊടുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ കണ്ടോ കടുക് മണി പോലെ ആവണത്. ഞാൻ നിങ്ങൾക്ക് ടച്ച് ചെയ്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഓട്ടർമയാണെന്നുള്ള കമൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓട്ടർമേൻ്റെ വേറെ കാറ്റഗറി ആണോ ഒന്നും അറിയില്ല. ആരെങ്കിലും മരുന്ന് അറിയെങ്കിലും ഒന്ന് പ്ലീസ് ദയവ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് പോവാൻ കണ്ടോ വാഷ് ബേസൊക്കെ നിറയെ ഇതാണ്. ഇതെങ്ങനെ വരുന്നത്, എവിടെ നിന്ന് വരുന്നത്, സത്യമായിട്ട് ഇതിൻ്റെ ഉറവിടം എവിടെയാണ് ഇതുവരെയായിട്ട് മനസ്സിലായില്ല കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഓക്കെ, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.